കോട്ടപ്പടി ചീനിക്കുഴിയിലെ പാറമടയ്ക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. റോഡിലൂടെ ഇടതടവില്ലാതെയുള്ള ടോറസ് ലോറികളുടെ ഓട്ടം, പൊടിശല്യം തുടങ്ങിയ പ്രശ്നങ്ങളാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. നാട്ടിലെ ലോറിക്കാർക്ക് പ്രത്യേക പരിഗണന വേണമെന്ന ആവശ്യം ഉന്നയിച്ചു. സംഘടിച്ചെത്തിയ നാട്ടുകാർ വ്യാഴാഴ്ച ലോഡ് കൊണ്ടുപോകാൻ അനുവദിച്ചില്ല. കോട്ടപ്പടി പഞ്ചായത്തിലെ ചീനിക്കുഴിയിൽ വൻകിട പാറമടയ്ക്കെതിരെ വിവിധ ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടിയാണ് നാട്ടുകാർ സംഘടിച്ചത്. ഇവിടേക്ക് വരികയും തിരികെ പോവുകയും ചെയ്യുന്ന ടോറസ് ലോറികൾ മൂലം റോഡിൽ ഗതാഗത കുരുക്കും ഉണ്ടാകുന്നുണ്ട്. മിനിറ്റുകൾ പോലും ഇടവേളയില്ലാതെയാണ് പലപ്പോഴും ലോറികൾ പോകുന്നത്. മറ്റു വാഹനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇതുകൂടാതെ റോഡിലെ പൊടിശല്യം അസഹനീയമാണ്. പൊടിശല്യം പരിഹരിക്കാൻ റോഡിൽ വെള്ളമൊഴിക്കുന്നത് മൂലം ചെളി രൂപപ്പെടുകയും ചെയ്യും. ഇരുചക്രവാഹന യാത്രക്കാർക്കുമേൽ ചെളി തെറിക്കുന്നതും പ്രശ്നമാണ്. ഇക്കാര്യങ്ങൾക്കെല്ലാം പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞാൽ ഇവിടുന്ന് ഒരു കുറുപ്പമ്പടിക്ക് വരെ പോകണമെങ്കിൽ ഏകദേശം 1 മണിക്കൂർ സമയമാണ് ഇപ്പോൾ എടുക്കുന്നത്. കാരണം ഒരു സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് വണ്ടി പോകുമ്പോൾ എല്ലാം വാലയിൽ വണ്ടി പോകുന്നു. നമുക്കൊരു വണ്ടിയെ കയറി പോകാൻ പറ്റുന്നില്ല. ഒരു ബസ്സുകാർക്ക് ഒരു സമയത്ത് ഓടിയെത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതുകൂടാണ്ട് പൊടിശല്യം, അന്യമായ പൊടിയാണ്. ഇപ്പോൾ പൊടിക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ റോഡ് നനയ്ക്കുകയാണ്. ആ റോഡ് നനച്ച് പോകുന്നതിൻ്റെ പുറകെ ഒരു 2 വീലറുകാരൻ ഒരു ഓഫീസിൽ പോകുന്ന ഒരു എക്സിക്യൂട്ടീവ് ഡ്രസ്സിൽ ഒരു ഷൂവും പാൻറ്റും ഇട്ട് പോകുന്ന ഒരുത്തന് ഈ വണ്ടി നനച്ചേക്കുന്നതിൻ്റെ അപ്പുറത്ത് ചെല്ലുമ്പോഴത്തേക്കും അവൻ്റെ പാൻറ്റും ഈ ഷൂവും എല്ലാം ചെളിയാണ്. അത് മഴയത്ത് നമ്മൾ എങ്ങനെ പോകുന്നു ആ രീതിയിലാണ് ഇവിടുന്ന് പോകുന്നത്. ഒരു ഓഫീസിലേക്ക് പോകുന്നവൻ്റെ ഡ്രസ്സ് മുഴുവൻ ചെളിയാവുകയാണ്. പ്രദേശത്തുള്ള ലോറികൾക്ക് പ്രത്യേക പരിഗണന നൽകി ലോഡ് അനുവദിക്കണമെന്ന ആവശ്യവും നാട്ടുകാർ ഉന്നയിച്ചു. മറ്റ് പ്രദേശങ്ങളിൽ നിന്നുള്ള ലോറികളിൽ ലോഡ് കയറ്റിയ ശേഷം മാത്രം നാട്ടുകാർക്ക് ലോഡ് നൽകൂ എന്ന നിബന്ധനയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. നമ്മുടെ നാട്ടിലുള്ള നാട്ടുകാരുടെ വണ്ടിക്ക് ഓട്ടം കൊടുക്കില്ല വെച്ചിട്ട് ട്രെയിനിൽ മാത്രമാണ് വണ്ടി ഓടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഇന്ന് മുതൽ വണ്ടി ട്രെയിനിലാക്കി. അതായത് ഒരു 10-60 വണ്ടി ആലുവയിൽ നിന്നും പോഞ്ഞാശ്ശേരിയിൽ നിന്നൊക്കെ വരുന്ന വണ്ടികൾക്ക് ശേഷമാണ് നാട്ടിലെ വണ്ടികൾക്ക് ഓട്ടം കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ സാഹചര്യത്തിലാണ് നാട്ടുകാർ ഇന്നിവിടെ സംഘടിച്ചേക്കുന്നത്. നമ്മളൊരു പാറമണ നടക്കുന്നതിന് നമുക്ക് ആർക്കും ഒരു ഉപദ്രവം അല്ലെങ്കിൽ ഒരു നിന്ന് പോകണമെന്നോ ഒരു താല്പര്യം. നാട്ടിലെ ജനങ്ങൾക്ക് ഒരു ഉപകാരപ്പെട്ടോട്ടെ, അല്ലെങ്കിൽ നാട്ടിലെ ജനങ്ങൾ അതുകൊണ്ട് അരി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അരി വാങ്ങിച്ചോട്ടെ എന്നുള്ള ഇതിലായിരുന്നു നമ്മൾ ഇതുവരെ പോയിക്കൊണ്ടിരുന്നത്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് വ്യാഴാഴ്ച പാറമടയിൽ നിന്നുള്ള ലോഡുകൾ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം. GTV ന്യൂസ്, കോട്ടപ്പടി.